ആകാശവാണി. നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. TB മുക്ത ഭാരതം പദ്ധതി. TB അഥവാ ക്ഷയരോഗ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് 2024 ഡിസംബർ 7 രാജ്യത്ത് തുടക്കമായി. 2030 രാജ്യത്ത് നിന്ന് TB അഥവാ ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന സുസ്ഥിര വികസന ലക്ഷ്യത്തിന് 5 വർഷം മുൻപ് 2025 തന്നെ TB നിർമ്മാർജ്ജനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീവ്ര പരിപാടി നടന്നുവരുന്നത്. 100 ദിവസ പരിപാടി പൂർത്തീകരണത്തിലേക്ക് അടുക്കുമ്പോൾ ഏകദേശം 5 ലക്ഷത്തോളം പേർക്കാണ് രാജ്യത്ത് TB രോഗം സ്ഥിരീകരിച്ചത്. ഈ സാഹചര്യത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ചും ക്ഷയരോഗത്തെക്കുറിച്ചും കൂടുതൽ വിശദമാക്കാനായി ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം അതിഥികളായി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ TB നോഡൽ ഓഫീസർ ഡോക്ടർ സബിത റോസ് ജേക്കബ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനുപമ VG, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രൊഫസറായിരുന്ന ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പുരുഷോത്തമൻ എന്നിവരും പരിപാടിയിൽ ചേരുന്നു. ആദ്യം ഡോക്ടർ അനുപമ. ഈ പരിപാടിയിലേക്ക് സ്വാഗതം. TB മുക്ത ഭാരതം പദ്ധതി കേരളത്തിൽ എത്രത്തോളം ഫലപ്രദമായാണ് നടന്നുവരുന്നത്? എന്തൊക്കെയാണ് അതിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ? ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതി അഥവാ NTEPയുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പ്രയാണം ത്വരിതപ്പെടുത്തുന്നതിനുള്ള തീവ്രമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് 100 ദിന ക്ഷയരോഗ ബോധവൽക്കരണ പ്രവർത്തന ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് 3 ലക്ഷ്യങ്ങളാണ് പ്രധാനമായുള്ളത്. ക്ഷയരോഗ ബാധിതരെ കണ്ടെത്തുക, ക്ഷയരോഗ മരണങ്ങൾ തടയുക, പുതിയതായിട്ട് ക്ഷയരോഗം ഉണ്ടാവുന്നത് തടയുക. ഈ ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമതായി നേരത്തെ തന്നെ രോഗനിർണയം നടത്തുക എന്നുള്ളത്. അത് നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് ബോധവൽക്കരണം വഴിയും. രണ്ടാമതായി TB വരാൻ സാധ്യതയുള്ള ജനവിഭാഗമുണ്ട്, അതായത് വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും. പ്രായം 60 വയസ്സിന് മുകളിലുള്ളവർ, പോഷകാഹാരക്കുറവുള്ളവർ, പ്രമേഹ രോഗികൾ, പുകവലിക്കുന്നവർ, മദ്യപിക്കുന്നവർ, 2 വർഷത്തിനുള്ളിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്ഷയരോഗം വന്നിട്ടുണ്ടെങ്കിൽ അവർ, 5 വർഷത്തിനുള്ളിൽ ക്ഷയരോഗം വന്നിട്ടുള്ളവർ, ആദിവാസി മേഖലയിലുള്ളവർ, തീരദേശ മേഖലയിലുള്ളവർ, ചേരി പ്രദേശത്തുള്ളവർ, ആരോഗ്യ പ്രവർത്തകർ, മൈൻ അല്ലെങ്കിൽ ക്വാറിയിൽ ജോലി ചെയ്യുന്നവർ, COPD അല്ലെങ്കിൽ ആസ്മ രോഗമുള്ളവർ, കരൾ സംബന്ധമായോ കിഡ്നി സംബന്ധമായോ രോഗമുള്ളവർ, അതിഥി തൊഴിലാളികൾ, പോസ്റ്റ് കോവിഡ് കാറ്റഗറി C ഉള്ള രോഗികൾ, ഇവരെല്ലാവരും വൾണറബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. രണ്ടാമത്തെ ലക്ഷ്യമാണ് ക്ഷയരോഗ മരണം കുറയ്ക്കുക എന്നുള്ളത്. അതിൽ ഏറ്റവും പരമപ്രധാനം നേരത്തെയുള്ള രോഗനിർണയം തന്നെയാണ്. രോഗനിർണയം നടത്തിയാൽ ഉടൻ തന്നെ ചികിത്സ ആരംഭിക്കുന്നു. ചികിത്സയോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് രോഗിയുടെ പോഷണം. രോഗിയുടെ പോഷണം ഉറപ്പാക്കാൻ നിരവധി പദ്ധതികളാണ് നിലവിലുള്ളത്. ഇത് കൂടാതെ പ്രധാനമന്ത്രി TB മുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി നിക്ഷയമിത്ര വഴി അധിക പോഷണ സഹായവും ക്ഷയരോഗികൾക്ക് ലഭ്യമാക്കാം. നിക്ഷയമിത്രയ്ക്ക് എന്തൊക്കെ സഹായങ്ങൾ ക്ഷയരോഗിക്ക് കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രീഷണൽ സപ്പോർട്ട്, അത് ഫുഡ് കിറ്റ്സ് ആയിട്ട് കൊടുക്കാം. ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് കൊടുക്കാം. രോഗിയുടെ യാത്രാ ചെലവുകൾ വഹിക്കാം. അതുകൂടാതെ രോഗിക്ക് എന്തെങ്കിലും പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അതും നിക്ഷയമിത്രയ്ക്ക് വഹിക്കാവുന്നതാണ്. ആർക്കെങ്കിലും നിക്ഷയമിത്ര ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് TB ഓഫീസുമായി ബന്ധപ്പെടുക. നന്ദി ഡോക്ടർ അനുപമ. ഇനി നമ്മളോടൊപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സബിത റോസ് ജേക്കബ്. നമസ്കാരം ഡോക്ടർ സബിത. കേരളത്തിലെ TB രോഗത്തിന്റെ സ്ഥിതി വിവര കണക്കുകൾ എങ്ങനെയാണ്? നാഷണൽ TB റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഓരോ ലക്ഷം ആളുകൾക്കും 195 TB കേസുകൾ ഉണ്ടാവാമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഒരു വർഷം 27 ലക്ഷം TB രോഗികൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മരണനിരക്ക് 22 പേർ ഓരോ ലക്ഷം പേരിലും മരണപ്പെടുന്നുണ്ട് ഒരു വർഷം. അതായത് ഒരു വർഷം TB മൂലം ഇന്ത്യയിൽ ഇപ്പോഴും 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ മരണപ്പെടുന്നു. കേരളത്തിലെ കണക്കുകൾ ദേശീയ ശരാശരിയേക്കാൾ വളരെ കുറവാണ്. അതായത് ലക്ഷം ആളുകളിൽ 67 പേർക്ക് TB രോഗം ഉള്ളതായി കണക്കാക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം 20,000-ന് മുകളിൽ കേസുകൾ 2023 കണ്ടെത്തിയിട്ടുണ്ട്, രോഗികൾക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ജില്ലാടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രമേഹ രോഗികളുടെ ഇടയിലെ ട്യൂബർകുലോസിസും കേരളത്തിൽ കൂടുതലാണ്.
ടി ബി രോഗം കണ്ടെത്തുന്നതിലും അത് നിർണ്ണയിക്കുന്നതിലും നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഒരാൾക്ക് ടി ബി രോഗം സ്ഥിരീകരിക്കുന്നതിന് നമുക്ക് പലവിധ ടെസ്റ്റുകൾ ആവശ്യമാണ്. ആദ്യം രോഗിയുടെ ലക്ഷണങ്ങൾ പരിശോധിക്കണം, പിന്നെ രോഗിയുടെ കഫ പരിശോധന നടത്തേണ്ടതുണ്ട്, രോഗിയുടെ ചെസ്റ്റ് എക്സ്റേ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം പരിശോധനകൾക്കെല്ലാം നമുക്ക് സൗകര്യങ്ങളുള്ള ആശുപത്രികൾ പോകണം. കേരളത്തിലെ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും എക്സ്റേ മുതലുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു ട്രീറ്റ്മെൻറ്റിന് രോഗം നിർണ്ണയിക്കുന്നതിൽ ചെറിയൊരു കാലതാമസം വരാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഈ സൗകര്യങ്ങൾ പലപ്പോഴും സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലുള്ള ആളുകളിലാണ് ടി ബി ഇപ്പോഴും കുറച്ച് കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരം പരിശോധനാ രീതികൾ അവർക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് എത്തിക്കാൻ നമുക്ക് ഇപ്പോഴും പരിമിതികളുണ്ട്. അത് ടി ബി കണ്ടെത്തുന്നതിന് ഒരു വെല്ലുവിളി തന്നെയാണ്. ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പിക് സെൻറ്റർ എന്ന് പറഞ്ഞ അംഗീകൃത ലാബുകളിലുള്ള കഫ പരിശോധനയാണ് നമ്മൾ ടി ബി രോഗം സ്ഥിരീകരിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ട്രൂനാറ്റ് ടെസ്റ്റുകളാണ്. ഇതും പ്രധാനപ്പെട്ട ആശുപത്രികളിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അടുത്ത് ഏറ്റവും ആവശ്യമുള്ളവർക്ക് നമുക്കിപ്പോഴും ടി ബിയുടെ പരിശോധന സംവിധാനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തത് നേരത്തെ ടി ബി കണ്ടെത്തുന്നതിൽ ഒരു വെല്ലുവിളി തന്നെയാണ്. മറ്റൊന്ന് ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ്, അതായത് മരുന്നുകളോട് പ്രതികരിക്കാത്ത ട്യൂബർക്കുലോസിസ് രോഗം. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ടി ബി രോഗം നേരത്തെ കണ്ടെത്താൻ പറ്റാത്തത് ചിലപ്പോൾ ഒരു മരുന്നുകളോട് പ്രതികരിക്കാത്ത അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. എന്തൊക്കെയാണ് ടി ബിയെ സംബന്ധിച്ച് സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മിഥ്യാധാരണകൾ? പ്രധാനമായും ടി ബിയുടെ രോഗലക്ഷണങ്ങളാണ് ഒരു മിഥ്യാധാരണ. പലപ്പോഴും ടി ബി എന്ന രോഗമായി സംശയിക്കാറില്ല. 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, പനി മുതലായവയാണ് ടി ബിയുടെ പ്രധാന ലക്ഷണങ്ങൾ. എന്നാൽ ഈ പനിയും ചുമയും മറ്റു പല രോഗങ്ങളിലും കാണാറുള്ളത് കൊണ്ട് പലപ്പോഴും ടി ബി ആവാം എന്നൊരു ധാരണ ആളുകൾക്കില്ല. പ്രത്യേകിച്ചും അലർജിയുടെ അസുഖങ്ങളുള്ള ആളുകൾ, പുകവലിക്കാരായ ആളുകൾ, അവർ പലപ്പോഴും ഈ ചുമയെ മറ്റെന്തെങ്കിലും ചുമയായി തെറ്റിദ്ധരിക്കുകയും കൃത്യസമയത്ത് പരിശോധനകൾക്ക് വിധേയമാകാതിരിക്കുകയും ചെയ്യും. അത് രോഗം കണ്ടെത്തുന്നതിനും മറ്റുള്ളവർക്ക് രോഗം പരത്തുന്നതിനും ചികിത്സ തേടാൻ വൈകുന്നതിനും എല്ലാം കാരണമാകുന്നുണ്ട്. മറ്റൊന്ന്, ടി ബി പൊതുവെ മുതിർന്നവരെ ബാധിക്കുന്ന ഒരു അസുഖമാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളിലുള്ള ഭാരക്കുറവും ചുമയും എല്ലാം മറ്റെന്തെങ്കിലും അസുഖങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടാറാണ് ഉള്ളത്. വേറൊന്ന്, ടി ബി ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്ന അസുഖമാണെന്നുള്ളത്. ഇപ്പോൾ ഏതാണ്ട് തുല്യമായ അളവിൽ തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ടി ബിയോടൊപ്പം എക്സ്ട്രാ പൾമനറി ട്യൂബർക്കുലോസിസ്, അതായത് ശ്വാസകോശേതര അവയവങ്ങളെ ബാധിക്കുന്ന ട്യൂബർക്കുലോസിസ് കണ്ടുവരുന്നുണ്ട്. അത് പ്രധാനമായും കഴല, നട്ടെല്ല്, കണ്ണ്, തൊലിപ്പുറമെയുള്ള ട്യൂബർക്കുലോസിസ്, അങ്ങനെ പല രൂപത്തിലാണ് കാണപ്പെടാറുള്ളത്. ഇത്രയേറെ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടും ഇപ്പോഴും ടി ബി മാരകമായ വളരെ കാലം വർഷങ്ങളോളം ചികിത്സ എടുക്കേണ്ട ഒരു അസുഖമാണെന്നുള്ള ധാരണ ഇപ്പോഴും ആളുകളിൽ നിലനിൽക്കുന്നുണ്ട്. അത് പലപ്പോഴും പ്രായമായവരിലും മറ്റും നേരത്തെ ചികിത്സ തേടാതിരിക്കുന്നതിന് ഒരു കാരണമാണ്. ഇനി കുഞ്ഞുങ്ങളിലെ ക്ഷയരോഗബാധ എങ്ങനെ കണ്ടെത്താം, അതിന്റെ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നെല്ലാം നമ്മോട് വിശദമാക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ പുരുഷോത്തമൻ കെ. ഇന്ത്യയിൽ 1962 തൊട്ടും പല ഘട്ടങ്ങളിലൂടെ ഈ ക്ഷയരോഗത്തിനെ അതിജീവിക്കാനുള്ള പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1997 തുടങ്ങിയ റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് കൺട്രോൾ പ്രോഗ്രാം ചെറിയ മാറ്റങ്ങൾ 2006, 2012 2019 ഇങ്ങോട്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് ക്ഷയരോഗം ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. നാഷണൽ ട്യൂബർക്ലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം വളരെ കരുതിക്കൂട്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. ലോകം 2030 ക്ഷയരോഗം ഉന്മൂലനം ചെയ്യാൻ പദ്ധതിയിടുമ്പോൾ ഭാരതം 2025 തന്നെ അത് നടത്താം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുമ്പോട്ടേക്ക് പോകുന്നത്. കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ രോഗമുണ്ടാവാനുള്ള സാധ്യത 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ്. അതിന് മേലെയുള്ള കുട്ടികൾ
പ്രതിരോധശേഷി കുറഞ്ഞവർക്കാണെങ്കിൽ രോഗം ഏറ്റുവാങ്ങാനും അടിപെടാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ 2 ആഴ്ചയോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്ന പനിയും ചുമയുമാണ്. മറ്റൊന്ന്, തൂക്കം വെക്കാതിരിക്കുകയോ 3 മാസം കൊണ്ട് തൂക്കം കുറയുകയോ, മുമ്പുണ്ടായിരുന്നതിനേക്കാളും 5% തൂക്കം കുറയുകയോ ചെയ്യുക. ക്ഷയരോഗം സംശയിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് വെച്ച് നമ്മൾ ആമാശയത്തിൽ നിന്നുള്ള സെക്രീഷൻസ് ട്യൂബിലൂടെ വലിച്ചെടുത്തിട്ട് ഗ്യാസ്ട്രിക് ആസ്പിറേറ്റ് ആണ് പരിശോധനയ്ക്ക് അയക്കുന്നത്. TB രോഗാണുക്കളെ നോക്കാനല്ല, ജനിതക ഘടകങ്ങളെ പരിശോധന. നമ്മൾ CBNAT, കാറ്റേജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ, അതിനാണ് വിടുന്നത്. അതിന് ഓരോ ജില്ലാതലത്തിലും TB ടെസ്റ്റുകൾ പല സെൻ്ററുകളിൽ നമ്മൾ വച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുഞ്ഞിന് ക്ഷയരോഗം നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞാലോ ചികിത്സ സൗജന്യമായിട്ട് പണ്ടത്തതിനെ അപേക്ഷിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും കൂടി കിട്ടും. അത് നേരത്തെ പോലെയല്ല, അത് കൃത്യമായി കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ നേരത്തെ സംശയിക്കുന്നവരെ കൊണ്ടുചെല്ലുകയും രോഗനിർണയം നടത്തുകയും ശരിയായ രീതിയിൽ മരുന്ന് കഴിക്കുകയും വേണം. മറ്റൊരു കാര്യം കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയാനുള്ളത് TB പ്രിവെൻറ്റീവ് തെറപ്പി. ഒരു ക്ഷയരോഗിയുമായി സംസർഗം ഉണ്ടായി, പക്ഷെ രോഗലക്ഷണങ്ങൾ ഉണ്ടായില്ല. അത്തരത്തിലുള്ള ഒരു കേസിലും നമ്മൾ ഇവന് രോഗം പകർന്ന് കിട്ടിയിട്ടുണ്ട്, ലക്ഷണമില്ലാത്തതാണ് എന്നുള്ള ഒരവസ്ഥ തിരിച്ചറിയാൻ ചില ടെസ്റ്റുകളും കൂടിയുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഇത്തരത്തിലുള്ള സംസർഗം ഉണ്ടായിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കണം. പ്രിവെൻറ്റീവ് തെറാപ്പി 2 തരത്തിലാണ്. ഒരൊറ്റ ഗുളിക മാത്രം INH ഡെയിലി 6 മാസം കഴിക്കുക എന്നുള്ളത്. മറ്റൊന്ന് 3 മാസത്തേക്ക് ചികിത്സ എടുക്കുക. കേരളത്തിൽ 3 മാസത്തേക്ക് ഡെയിലി ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കൽ വെച്ച് 12 തവണ കൊടുക്കും. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് തെറാപ്പി വളരെ ഫലപ്രദമാണ്. അതിനുശേഷം ഈ രോഗാണു അദ്ദേഹത്തിൻ്റെ ശരീരത്തിലില്ല. പിന്നീട് എപ്പോഴെങ്കിലും പ്രതിരോധശേഷി കുറഞ്ഞ് രോഗം വരാനുള്ള സാധ്യത ഇല്ലാതെയാവുന്നു പ്രിവെൻറ്റീവ് തെറാപ്പിയിലൂടെ. മറ്റൊരു കാര്യം, ഇന്ന് ക്ഷയരോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളാണ്. നമുക്കറിയാം 1928 BCG വാക്സിൻ. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് എത്രമാത്രം അത് ഫലപ്രദമാണ് രോഗം തടയാൻ. പക്ഷേ ഗൗരവതരത്തിലുള്ള ക്ഷയരോഗം തടയാൻ BCG വാക്സിൻ ഫലപ്രദം തന്നെയാണ്. ഇന്ന് ഈ BCG വാക്സിനുകൾക്കപ്പുറം ക്ഷയരോഗത്തിനെതിരെ മറ്റ് ചില വാക്സിനുകളും കൂടെ വരികയാണ്. ഏതാണ്ട് ഒരു 4-5 വർഷത്തിനുള്ളിൽ കുറേയും കൂടി ഫലപ്രദമായ ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനുകളും കൂടി വരും. നന്ദി ഡോക്ടർ പുരുഷോത്തമൻ. TB മുക്ത ഭാരതം അഥവാ രാജ്യത്ത് നിന്ന് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ പരിപാടിയെക്കുറിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ സമാപിക്കുന്നു. പരിപാടിയിൽ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ച ഡോക്ടർ സബിത റോസ് ജേക്കബ്, ഡോക്ടർ അനുപമ VG, ഡോക്ടർ പുരുഷോത്തമൻ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. ഏകോപനം മയൂഷ AM, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്.